ചിത്രത്തിന്റെ തുടക്കത്തില് സാറ്റലൈറ്റിന് എന്തോ കംപ്ലൈന്റ് വന്നു എന്ന് കേട്ട ഒരു സൂപ്പർ ഹീറോ സ്പേസിൽ പോയി അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏലിയൻ സ്പേസ്ഷിപ്പ് കാണുന്നത്. ഉടനെ പുള്ളിക്കാരൻ ഫോൺ എടുത്ത് ഹേ ഗൈസ്, ഞാനിപ്പോ ഏലിയൻ സ്പേസ്ഷിപ്പിന്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് വ്ലോഗ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഏലിയൻസ് അവനെ വട്ടം കൂടി പഞ്ഞി കിട്ടും. അവനെ രക്ഷിക്കാനായി മറ്റൊരു സൂപ്പർ ഹീറോ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. സോ ഇതിനൊക്കെ അർത്ഥം ഭൂമിയിലെ ഏലിയൻ ഇൻവേഷൻ നടക്കാൻ പോകുന്നു എന്നാണ്. ഈ സമയത്ത് നമ്മുടെ സിനിമയിലെ നായികയായിട്ടുള്ള മെസ്സി അച്ഛന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ന്യൂസ് ഒക്കെ കാണുന്നത്. മെസ്സിയുടെ അച്ഛനും ഒരു സൂപ്പർ ഹീറോ ആണ്. സോ ഈ ന്യൂസ് ഒക്കെ കണ്ട് പുള്ളി ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അച്ഛൻ ഇതൊക്കെ കണ്ട് സൂപ്പർ ഹീറോ ആയിട്ട് ഇനി ലോകത്തെ രക്ഷിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് മെസ്സി അച്ഛന്റെ അടുത്ത് നിന്ന് പ്രോമിസ് വാങ്ങി. പക്ഷെ ഇങ്ങേർക്ക് ഓഫീസ് വർക്കിന് പോയേ തീരുകയുള്ളൂ. അങ്ങനെ ഓഫീസിലെത്തിയപ്പോൾ അവിടുത്തെ ഹെഡ് ആയിട്ടുള്ള ഗ്രനേഡയായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ പ്രിയങ്ക ചോപ്രയാണ് കേട്ടോ. മെസ്സിയുടെ അച്ഛനോട് ഈ സൂപ്പർ ഹീറോസിനെ രക്ഷിക്കാനായി നിങ്ങളും അവിടേക്ക് പോയേ തീരുള്ളൂ എന്ന് പറയുമ്പോൾ എന്റെ മകളോട് ഞാൻ ഇനി ഒരിക്കലും സൂപ്പർ ഹീറോ ആവില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് മെസ്സിയുടെ അച്ഛൻ പറയുന്നുണ്ട്. പക്ഷേ ലോകമല്ലേ നിങ്ങൾക്ക് വലുത്, അതുകൊണ്ട് നിങ്ങൾ സൂപ്പർ ഹീറോ ആയേ തീരൂ എന്ന് ഗ്രനേഡ പറയാണ്. അവസാനം മെസ്സിയുടെ അച്ഛൻ സൂപ്പർ ഹീറോ ആവുന്നുണ്ട്. അങ്ങനെ സൂപ്പർ ഹീറോസ് ദൗത്യത്തിന് പോയി കഴിഞ്ഞാൽ അവരുടെ മക്കളെ ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊടുന്ന് സേഫ് ആക്കി വെക്കാറാണ് പതിവ്. അത്തരത്തിൽ മെസ്സിയെയും ഗ്രനേഡ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ഒരു സേഫ് ആയിട്ടുള്ള മുറിയിൽ ആക്കുന്നുണ്ട്. അവിടെ ഇപ്പൊ ദൗത്യത്തിന് പോയിരിക്കുന്ന എല്ലാ സൂപ്പർ ഹീറോസിന്റെ മക്കളുണ്ടായിരുന്നു. സോ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ആള് വീൽസ് ആണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അവന്റെ ശരീരഭാരത്തെ ഒരു വീൽ ചെയറിലാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ന്യൂഡിൽസ് പോലെയുള്ള ഒരു പയ്യൻ ന്യൂഡിൽസ്. ഓജോ, അവള് സംസാരിക്കില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പിക്ചറിലൂടെയാണ്. പിന്നെ പാട്ടുകളിലൂടെ, അല്ലാതെ പാട്ട് പാടിയിട്ട് സാധനങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കപ്പേല, എല്ലാ കാര്യങ്ങളും സ്ലോ മോഷനിൽ ചെയ്യുന്ന സ്ലോമോ, സമയത്തെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാൻ കഴിയുന്ന ട്വിൻസ് ആയിട്ടുള്ള റിവൈൻഡും ഫാസ്റ്റ് ഫോർവേഡും, മുഖത്തെ പല രീതിയിലേക്ക് മാറ്റാൻ കഴിയുന്ന ഫേസ് മേക്കർ, പിന്നെ പല കഴിവുകളുണ്ടെങ്കിലും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വൈൽഡ് കാർഡ്, നമ്മുടെ ഷാർക്ക് ബോയുടെയും ലാവാ ഗേളിന്റെയും വാട്ടറിന്റെയും അതുപോലെ ഷാർക്ക് കൈനറ്റിക്സും ഒക്കെ പവേഴ്സ് ആയിട്ടുള്ള ഗപ്പി എന്ന് പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടി. ഇവരെയൊക്കെ കണ്ട് നമ്മുടെ മെസ്സി ആണെങ്കിൽ എനിക്ക് പവേഴ്സ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരുടെ പാരന്റ്സിന്റെ ഈ ഒരു ഫൈറ്റ് ഒക്കെ തന്നെ ടിവിയിലൂടെ ഇവർക്ക് കാണുന്നത്. ആദ്യമൊക്കെ പല സൂപ്പർ ഹീറോസിനെയും ഏലിയൻസ് പിടിക്കുവാണ്. അവസാനം മെസ്സിയുടെ അച്ഛൻ മാത്രം ബാക്കി വരുന്നുണ്ട്. പുള്ളിയെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യുമെന്നൊക്കെ വിചാരിച്ച് ഇവർക്ക് തെറ്റി. ഈ പുള്ളിയെയും ഏലിയൻസ് പിടിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. അപ്പോഴാണ് US പ്രസിഡന്റിന്റെ പുതിയ വാർത്താ സമ്മേളനം കാണിക്കുന്നത്. നമ്മുടെ സൂപ്പർ ഹീറോസ് ഒക്കെ തന്നെ ഏലിയൻസിന്റെ പിടിയിലായിട്ടുണ്ട്. സോ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്കിനി ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ലോകം തന്നെ ഏലിയൻസ് ഭരിക്കാൻ പോകുവാണെന്നൊക്കെയാണ് ഈ പ്രസിഡന്റ് ടിവിയിലൂടെ പറയുന്നത്. അന്നേരം ഗ്രനേഡ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ സേഫ് ആയിട്ടിരിക്കണം, പുറത്തോട്ട് പോകരുത് എന്ന് പറയാണ്. എന്നാൽ നമ്മുടെ മെസ്സിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓജോ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ അവള് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് വരയ്ക്കുന്നത്. അത്തരത്തില് അവള് വരച്ച ചിത്രങ്ങളിൽ നിന്ന് ഇവിടെ കയറി ഏലിയൻസ് ഇവരെ അറ്റാക്ക് ചെയ്യുമെന്ന് മെസ്സിക്ക് മനസ്സിലായി. സോ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടി ഇവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കി ഗാർഡ്സിനെ വിളിച്ചു വരുത്തിയിട്ട് ഗാർഡ്സിന്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന് പുറത്ത് കടക്കാനായിട്ടുള്ള ആക്സസ് കാർഡ് ഇവര് എടുക്കാൻ നോക്കുകയാണ്. പക്ഷെ വൈൽഡ് കാർഡ് മാത്രം ഇവരുടെ കൂടെ നിൽക്കുന്നില്ല. ആക്സസ് കാർഡ് ഇവർ കളക്ട് ചെയ്തെങ്കിലും ഒരു സെക്യൂരിറ്റി എമർജൻസി അലാം അടിക്കുകയും ഇവർ ലോക്ക് ആകുകയും ചെയ്തു. പെട്ടെന്ന് ഏലിയൻ വന്ന് വൈൽഡ് കാർഡിനെ പിടിക്കുകയാണ്. ഉടനെ റിവൈൻഡ് സമയം ബാക്കിലേക്ക് തിരിച്ച് സെക്യൂരിറ്റി എമർജൻസി അലാം അടിക്കുന്നത് തടഞ്ഞു. അങ്ങനെ കുട്ടികൾ എല്ലാവരും ഈ ഒരു റൂമിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുമ്പോൾ ഇവരെ ഗ്രനേഡ കാണുകയാണ്. സോ ഗ്രനേഡ വീണ്ടും ഇവരെ ലോക്ക് ആക്കുന്നുണ്ട്. ആ ഒരു ഹോളിൽ നിന്ന് റൂഫ് വഴി മാത്രമേ ഇനി പുറത്തോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കപ്പേള പാട്ട് പാടാൻ തുടങ്ങി. അവളുടെ ഇന്റൻസ് വോയിസ് വെച്ച് അവിടെ നിന്നിരുന്ന സെക്യൂരിറ്റീസ് ഒക്കെ തന്നെ സ്റ്റെയറിലുള്ള ചവിട്ടുപടികൾ പോലായി മാറുകയും ഇവർ അതുവഴി പുറത്തോട്ടെത്തി. ഇവിടെ നിന്ന് പുറത്തോട്ട് കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എയർ ബസ്സിലേക്ക് കയറി നമ്മുടെ കപ്പേള വീണ്ടും പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു ബസ്സിന്റെ സ്പീഡ് കൂട്ടിയിട്ട് ന്യൂഡിൽസിന്റെ സഹായത്തോടു കൂടി ഈ ഒരു ബസ്സിന്റെ ഡയറക്ഷൻ തിരിച്ച് ഇവര് മെസ്സിയുടെ അമ്മാമ്മയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ഈ പുള്ളിക്കാരിയാണ് സൂപ്പർ ഹീറോസിന് ട്രെയിനിങ് കൊടുക്കുന്നയാള്. സോ അവരുടെ മക്കൾക്കും എങ്ങനെയാണ് കഴിവ് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കേണ്ടതെന്ന് ഈ അമ്മാമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ റിവൈൻഡും ഫാസ്റ്റ് ഫോർവേഡും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. സോ അവർ രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് നിന്നാൽ മാത്രമാണ് കഴിവ് ഇരട്ടിയായിട്ട് പ്രകടിപ്പിക്കാൻ സാധിക്കൂ എന്ന് അമ്മമ്മ പറഞ്ഞു. നമ്മുടെ ഗപ്പിക്കാണെങ്കിൽ വെള്ളത്തെ നിയന്ത്രിക്കാനും പറ്റും, അത് വെച്ച വെപ്പൺസ് ഉണ്ടാക്കാനും കഴിയും. അതൊക്കെ അമ്മമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അന്നേരം നമ്മുടെ മെസ്സി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. കാരണം അവളുടെ ഫ്രണ്ട്സിനൊക്കെ ഓരോരോ കഴിവുണ്ട്. അമ്മാമ്മയാണെങ്കിൽ മെസ്സിയെ
അവരുടെ ഒരു ക്യാപ്റ്റൻ ആക്കിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഈ സമയത്ത് സൂപ്പർ ഹീറോസിന്റെ അടിയിലും അവർ ഭയങ്കര അടിയാണ്, നിങ്ങളുടെ കാരണം നമ്മളിവിടെ ലോക്ക് ആയെന്നൊക്കെ. അപ്പോഴാണ് ഒരു ഹോളോഗ്രാം പിക്ചറിലൂടെ പ്രസിഡന്റ് ഇവരുടെ കുട്ടികൾ മിസ്സായ കാര്യം പറയുന്നത്. ഇവർ ഫുൾ അപ്സെറ്റ് ആയി. ഇതേപോലെ തന്നെയാണ് മെസ്സി ഇവിടെ ഇരിക്കുന്നത്. മെസ്സിയോട് അന്നേരം അവളുടെ അമ്മാമ്മ വന്ന് പറഞ്ഞു, നിനക്ക് കഴിവുകളില്ല എന്ന് ആരാ പറഞ്ഞേ? ഞാൻ കണ്ടതിൽ വെച്ച് നിന്റെ അമ്മയാണ് ഏറ്റവും വലിയ സൂപ്പർ ഹീറോ. നിന്റെ അച്ഛനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് സൂപ്പർ ഹീറോസിന്റെ ക്യാപ്റ്റൻ ആക്കിയത് നിന്റെ അമ്മയാണ്. അത്തരത്തിൽ ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് ഒരുമിച്ച് ചേർത്ത് നിർത്താനായിട്ടുള്ള കഴിവ് നിനക്കുണ്ടെന്ന് അമ്മാമ്മ അവളോട് പറയുകയാണ്. എന്നിട്ട് ഒരു ഡിവൈസും കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഏലിയൻ സ്പേസ്ഷിപ്പുകൾ അവിടേക്ക് വന്നു. കുട്ടികൾ ഒരു രഹസ്യ ടണൽ വഴി അമ്മാമ്മ ഏലിയൻസിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. സോ മെസ്സി ഇവരെ എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് ഈ രഹസ്യ ടണൽ വഴി പുറത്തോട്ടെത്തിയിട്ട് ഏലിയൻ സ്പേസ്ഷിപ്പ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുവഴി ഏലിയൻസിന്റെ താവളത്തിലേക്ക് പോകാൻ നോക്കുമ്പോൾ സ്ലോമോ ഇപ്പോഴും സ്ലോ ആയിട്ടാണ് വരുന്നത്. ന്യൂഡിൽസ് അവനെ പിടിച്ച് അകത്തോട്ട് കയറ്റി ആ ഒരു ഏലിയൻ സ്പേസ്ഷിപ്പ് വഴി അമ്മാമ്മ കൊടുത്ത ഡിവൈസിന്റെ സഹായത്തോടു കൂടി ആ ഏലിയൻസിന്റെ താവളത്തിലേക്ക് ഇവരുടെ പാരന്റ്സിനെ രക്ഷിക്കാനായിട്ട് ഇവർ ചെല്ലുകയാണ്. സോ അവിടെ വെച്ചിട്ടും ഒരുപാട് ഏലിയൻസ് ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. എന്ന കപ്പേള അവളുടെ ഇന്റൻസ് വോയിസ് കൊണ്ട് അവരെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഒരിടത്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അങ്ങനെ ഏലിയൻസിന്റെ കയ്യിൽ നിന്നൊക്കെ ഇവർ രക്ഷപ്പെട്ടു. അപ്പോഴാണ് ഇവർ അവിടെ ഒരു മൗണ്ടെയിൻ കാണുന്നത്. ഈ മൗണ്ടെയിൻ ശരിക്കും ഒരു സ്പേസ്ഷിപ്പാണ്. അതിനകത്താണ് ഇവരുടെ പാരന്റ്സ് ഉള്ളത്. പോരാത്തതിന് ഇവരുടെ പ്രസിഡന്റ് ഒക്കെ അവിടെയുണ്ട്. അപ്പൊ പുള്ളിക്കാരനൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇയാൾ ഒരു ചതിയനാണെന്നൊക്കെ ഈ കുട്ടികൾക്ക് മനസ്സിലായി. അന്നേരം ഇവരുടെ ഹെഡും അവിടേക്ക് വരികയാണ്. അപ്പൊ ഹെഡിനെ കണ്ടപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ പാരന്റ്സിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ വന്നതെന്നൊക്കെ. പക്ഷെ പെട്ടെന്ന് ഹെഡിന്റെ ഭാവം മാറുകയാണ്. അന്നേരം നമ്മുടെ ഓജോ വരച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഗ്രനേഡ യഥാർത്ഥത്തില് ഒരു ഏലിയൻ ആണ്. അവള് മാത്രമല്ല, അവളുടെ കൂടെയുള്ളവരും ആ പ്രസിഡന്റും എല്ലാവരും തന്നെ ഏലിയൻസ് ആണ്. സോ നമ്മുടെ മെസ്സി എല്ലാവരോടും ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നമുക്ക് നമ്മുടെ പവേഴ്സ് ഉപയോഗിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്ക് ഇവരെല്ലാവരും ചേർന്ന് കുട്ടികളെ ഒരു റൂമിലിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ സൂപ്പർ ഹീറോസിനെ ലോക്ക് ചെയ്തിട്ടുള്ള സ്പേസ്ഷിപ്പിലേക്ക് മറ്റേതോ ഒരു ജീവി വന്ന് അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ജീവി എതിർക്കാനായി ഇവർക്ക് സാധിക്കില്ല. നോക്കുമ്പോഴാണ് അത് നമ്മുടെ അമ്മാമ്മയായിരുന്നു. നിങ്ങൾക്കൊക്കെ കഴിവുകൾ നന്നേ പോയിട്ടുണ്ട്, നിങ്ങളുടെ മക്കൾ നിങ്ങളെയൊക്കെ ഭേദമാണെന്നൊക്കെ അമ്മാമ്മ പറയുകയാണ്. അപ്പോഴാണ് കുട്ടികൾ ഇവിടേക്ക് വന്ന കാര്യം ഇവര് അറിയുന്നത്. അങ്ങനെ അമ്മാമ്മ ഇവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കുട്ടികൾ എങ്ങനെ എവിടെ നിന്ന് പുറത്ത് കടക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈൽഡ് കാർഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ അതിന്റെ ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആവണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് പുറത്ത് കടക്കാനായിട്ട് മെസ്സി അന്നേരം നമ്മുടെ ഗപ്പിയോട് ഇവരുടെ കണ്ണുനീര് കളക്ട് ചെയ്ത് ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ പാകത്തിന് ഒരു കീ ഉണ്ടാക്കാൻ പറയുകയാണ്. അങ്ങനെ കുട്ടികൾ എല്ലാവരും പുറത്തെത്തിയപ്പോ തൊട്ട് വൈൽഡ് കാർഡ് നമ്മുടെ ഫേസ് മേക്കറിനോട് അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും പാരന്റ്സിനെ കണ്ടുപിടിക്കാനും അവിടുത്തെ ആ ഒരു സ്പേസ്ഷിപ്പ് തുറക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് പിരിഞ്ഞപ്പോൾ വൈൽഡ് കാർഡും ഫേസ് മേക്കറും കൂടെ ഭയങ്കര അടിയായി. ഈ അടി നമ്മുടെ ഗ്രനേഡ കാണുന്നുണ്ട്. വൈൽഡ് കാർഡിന് അപാര ശക്തിയാണ്. അവന് പക്ഷെ അവന്റെ ശക്തികൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവനിപ്പോ ഒറ്റയ്ക്കായതുകൊണ്ട് നമുക്ക് അവനെ ഉപയോഗിക്കാമെന്ന് ഗ്രനേഡ പറയാണ്. അവരെല്ലാവരും ചേർന്ന് വൈൽഡ് കാർഡിനെ പിടിക്കാനായി പോകുമ്പോൾ ബാക്കി സെക്യൂരിറ്റീസ് ബാക്കിയുള്ള കുട്ടികളെ പിടിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും അവരുടെ കഴിവുകൾ ഒന്നിച്ച് ചേർത്തിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മെസ്സി ആയിരുന്നു. പക്ഷെ ഈ കുട്ടികളെ എല്ലാത്തിനെയും ഈ ഏലിയൻസ് പിടിച്ചു വെക്കുകയാണ്. അന്നേരം ഗ്രനേഡയാണെങ്കിൽ വൈൽഡ് കാർഡിനെ പിടിച്ചുകൊണ്ട് പോകുന്നതും കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികളെല്ലാവരും ഈ സെക്യൂരിറ്റീസിൽ നിന്ന് രക്ഷപ്പെട്ട് അവരുടെ അടുത്ത് നിന്ന് ഇവരുടെ പാരന്റ്സ് ഉള്ള സ്പേസ്ഷിപ്പിന്റെ ചാവി വരെ കൈക്കലാക്കുകയാണ്. എന്നിട്ട് ഇവർ ആ ഒരു മൗണ്ടെയിൻ അടുത്ത് എത്തുന്നുണ്ട്. ഈ മൗണ്ടെയിൻ എന്ന് പേരുള്ള അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനകത്താണ് ഇവർ ഇരിക്കുന്നത്, ഇവരുടെ പാരന്റ്സ് ഇരിക്കുന്നത്. അന്നേരം ഓജോ മെസ്സിയോട് പറയാണ്, നീ ഞങ്ങളുടെ ഹീറോ ആണെന്ന് അല്ലെങ്കിൽ നീ ഞങ്ങളുടെ ലീഡർ ആണെന്ന് ആരാ നിന്നോട് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വൈൽഡ് കാർഡ് ശരിക്ക് അടി കൂടിയത് എന്തിനാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് വൈൽഡ് കാർഡും ഫേസ് മേക്കറും കൂടിയിട്ട് ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞ ഗ്രനേഡ പിടിച്ചോണ്ട് പോയത് ഫേസ് മേക്കറിനെ ആയിരുന്നു. വൈൽഡ് കാർഡ് എവിടെയാണെന്ന് നോക്കുമ്പോൾ ഇവരുടെ പവർ സപ്ലൈ സ്റ്റേഷനിലാണ്. കാരണം ഈ ഒരു മൗണ്ടെയിൻ അടുത്തായിട്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള എനർജി ഉണ്ട്. ആ എനർജി ഓഫ് ചെയ്താൽ മാത്രമാണ് ഈ കുട്ടികൾക്ക് അകത്തോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഓജോ നമ്മുടെ മെസ്സിയോട് നീ എങ്ങനെ ഞങ്ങളുടെ ലീഡർ ആവുന്നേ, ആ പിള്ളേർ നിന്നെ ലീഡറായിട്ട് അംഗീകരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ അംഗീകരിച്ചു. നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏലിയൻ സ്പൈ ആണെന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവരെന്നെ വിശ്വസിച്ചു എന്ന് പറയാണ്. ശരിക്കും നമ്മുടെ ഓജോ ആയിരുന്നു ഇവരുടെ ഈ ഒരു ഏലിയൻസിന്റെ തന്നെ ഹെഡ് എന്ന് പറയുന്നത്. മെസ്സിക്ക് അത് അവളുടെ ടാബ്ലറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. വൈൽഡ് കാർഡിനോട് മാത്രം അവൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വൈൽഡ് കാർഡ് ഫേസ് മേക്കറിനെ കൊണ്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിപ്പിച്ച്
ഈ ഒരു ഹില്ലിന്റെ ഇൻവിസിബിൾ പവർ ഓഫ് ചെയ്യാനായിട്ട് അവർ മാത്രം പോകുന്നത്. ഈ സമയത്ത് ഇതൊക്കെ ഇവർ തിരിച്ചറിഞ്ഞു എന്നറിഞ്ഞ നമ്മുടെ ഓജോ ആണെങ്കിൽ ഇവരെ എതിർക്കാനായിട്ട് ഒരുപാട് ഏലിയൻസിനെ ഉണ്ടാക്കിയിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്. വൈൽഡ് കാർഡിന് ശക്തിയില്ല എന്ന് കരുതിയിട്ടാണ് ഗ്രനേഡ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അവനിൽ സ്വയം വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മെസ്സിക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് വൈൽഡ് കാർഡ് ഗ്രനേഡയെയും കൂട്ടരെയും അവന്റെ പവേഴ്സ് ഉപയോഗിച്ച് ഇവിടെ നിന്ന് തല്ലി തീർപ്പാക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ ഗപ്പി ആണെങ്കിൽ ഈ ഒരു ഹില്ലിന് താഴെയായിട്ട് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വെപ്പൺസ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഓജോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മൃഗങ്ങളെ എല്ലാത്തിനെയും അടിച്ചൊതുക്കുന്നുണ്ട്. അവസാനമായിട്ട് അവൾ ഉണ്ടാക്കുന്നത് വലിയൊരു ഷാർക്കിനെയാണ്. ആ ഷാർക്കിനെ കൊണ്ട് നമ്മുടെ ഗപ്പിക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെ മുഴുവനായിട്ട് അവൾ തകർക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഓജോ നിർത്തുന്നില്ലായിരുന്നു. ഓജോയൊക്കെ ഇവളുടെ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഷാർക്കിനെ കൊണ്ട് പണി തീർപ്പാക്കാനൊക്കെ സാധിക്കുമായിരുന്നു കേട്ടോ അവൾക്ക്. ഈ സമയത്ത് മെസ്സിയും നമ്മുടെ നൂഡിൽസും കൂടെ ചെയ്യുന്നത് ഈ ഒരു സ്പേസ്ഷിപ്പ് തുറക്കാനായിട്ടുള്ള കീ അത് താഴെ കിടക്കുന്നുണ്ട്. അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ മോൺസ്റ്റേഴ്സ് വീണ് പോകുന്ന ആ ഒരു ഹോളിലേക്ക് അവർ വീണ് പോകുമ്പോഴേക്ക് നമ്മുടെ നൂഡിൽസും അതുപോലെ പെട്ടെന്ന് അവിടേക്ക് എത്തിയ വൈൽഡ് കാർഡും ചേർന്ന് വന്ന് നമ്മുടെ മെസ്സിയെ രക്ഷിക്കുന്നുണ്ട്. ഈ സ്പേസ് ക്രാഫ്റ്റ് തുറക്കാനായിട്ടുള്ള കീയും എടുക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി കറക്റ്റ് സമയത്ത് ഇവർ ആ ഒരു സ്പേസ് ക്രാഫ്റ്റ് തുറക്കുകയും പാരന്റ്സിനെ റിലീസ് ചെയ്യുകയും ചെയ്യാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് ഓജോയും പ്രസിഡന്റും ഹെഡും എല്ലാവരും, അതായത് ഗ്രനേഡയും അവിടേക്ക് വന്നിട്ട് പറയുന്നത്, ഇത് ശരിക്കും ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സൂപ്പർ ഹീറോസിന്റെ മക്കളും ഇത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണെന്ന് പറയുന്നു. ഇവരുടെ മക്കള് സൂപ്പർ ഹീറോസിനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ സൂപ്പർ ഹീറോസിന് മക്കളോടൊത്ത് ഭയങ്കര അഭിമാനമൊക്കെ തോന്നുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മെസ്സിക്ക്. മെസ്സി അതുവരെ അച്ഛനോട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ഇനി സൂപ്പർ ഹീറോ ആവരുത് എന്നുള്ള കാര്യം. പക്ഷെ മെസ്സിയാണ് ഈ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ ഒരു ദൗത്യം തന്നെ വിജയിപ്പിച്ചത്. ഇക്കാര്യം ഓർത്ത് മെസ്സിയുടെ അച്ഛനായിരുന്നു ഒരുപാട് സന്തോഷമായത്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി സീനോട് കൂടിയിട്ടാണ് 2020 റിലീസായ വി ക്യാൻ ബി ഹീറോസ് എന്ന ഈ ഒരു അടിപൊളി സിനിമ അവസാനിക്കുന്നത്. കൊച്ചു കുട്ടികളുടെ സൂപ്പർ പവർ കാണിക്കുന്ന ഒരു സൂപ്പർ മൂവിയാണ്. ഇതിൽ പിന്നെ ഒരുപാട് സൂപ്പർ ഹീറോസിന്റെ കാര്യം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് അറിയാനോ വേറെ ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ആണ് നമ്മുടെ ഗപ്പിയുടെ അച്ഛനും അമ്മയും. അത് ഷാർക്ക് ബോയും ലാവ ഗേളും ആണ് കേട്ടോ. അപ്പോൾ അവരെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ മുൻപ് അവരുടെ മൂവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടും കൊടുത്തേക്കാം. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വാച്ച് ചെയ്തേക്കാം. നല്ലൊരു മൂവിയാണ്. ഷാർക്ക് ബോയ് ആരാണ്, ലാവ ഗേൾ ആരാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൂവിയാണ്. ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനെയൊക്കെ നല്ലതാണ്, അറിയാമായിരിക്കും, പക്ഷെ വലിയ പോപ്പുലർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നത്തെ ഒരു മൂവി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നമ്മളൊരു ചെറിയൊരു ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പവർ ആരുടെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് പവർ നിങ്ങൾക്ക് ലഭിക്കാനാണ് ആഗ്രഹം? അത്തരത്തിലൊരു പവർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് യൂസ് ചെയ്യുക? അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇന്നത്തെ ഒരു മൂവി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും പറയുന്നതാണ്, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോസും അതുപോലെ നമ്മുടെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. കൂടാതെ അതിൻ്റെ കൂടെ ആയിട്ടുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായി ലഭിക്കുന്നതാണ്. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ കഥയ്ക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗങ്ങൾ ക്ലിയർ ആവാതെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിച്ച ഡൗട്ടുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. കൂടാതെ നിങ്ങൾക്ക് നമ്മളോട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ പറയാമല്ലോ. നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, പിന്നെ നിങ്ങളുടെ നീഡിനനുസരിച്ചാണല്ലോ ഞങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ സജഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിലൂടെ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.